Coffee with English. Part 1. ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. പേടിയോ മടിയോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായി സംസാരിച്ചു തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ശരി, അപ്പൊ നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ചെറിയ പേടി കാണും. ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ? മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഇതൊക്കെ വളരെ സാധാരണമായ ചിന്തകളാണ്. പക്ഷേ ആ പേടി നമുക്ക് ആദ്യമേ തന്നെ അങ്ങ് മാറ്റിവെക്കാം. കാരണം സംസാരിച്ച് തന്നെയാണ് നമ്മളൊരു ഭാഷ പഠിക്കുന്നത്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഇപ്പോ ഗ്രാമറിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം സംസാരിച്ചു തുടങ്ങുക എന്നതാണ്. ഗ്രാമർ നിയമങ്ങളുടെ സങ്കീർണതയിൽ പെട്ടുപോകാതെ നമുക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പഠിക്കാം. അപ്പോ എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്ര എളുപ്പമാണെന്ന്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു ഡിക്ഷണറി മുഴുവൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആദ്യത്തെ വാക്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചു വാക്കുകൾ, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ കാണുന്ന വാക്കുകൾ ഒന്ന് നോക്കിക്കേ. ഇതാണ് നമ്മുടെ സംസാരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. ഐ, യു, ഹി, ഷീ, ദേ, വി. ഞാൻ, നീ, അവൻ, അവൾ, അവർ, ഞങ്ങൾ. ഈ വാക്കുകൾ മനസ്സിൽ നന്നായി ഉറപ്പിച്ചോളൂ. കാരണം നമ്മളിനി പണിയാൻ പോകുന്നതെല്ലാം ഇതിന്റെ മുകളിലാണ്. ഗ്രേറ്റ്! അപ്പൊ നമ്മൾ ആ ബേസിക് വാക്കുകൾ പഠിച്ചില്ലേ? ഇനി അത് വെച്ചിട്ട് എങ്ങനെ സ്വന്തമായി സെന്റൻസ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? നിങ്ങളെ സ്വയം പരിചയപ്പെടുത്താനും മറ്റുള്ളവരെക്കുറിച്ച് പറയാനുമൊക്കെ ഇത് മാത്രം മതി. ഇത് ശരിക്കും വളരെ സിമ്പിളാണ്. നോക്കൂ, വെറും 3 സ്റ്റെപ്പ്. ആദ്യം ഐ എന്ന് പറയുക, അതായത് ഞാൻ. കൂടെ ആം ചേർക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര് പറയുക. ഉദാഹരണത്തിന്, ഐ ആം റീന. കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഇംഗ്ലീഷ് വാക്യം പറഞ്ഞു കഴിഞ്ഞു. അടിപൊളി! ഇനി ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പഠിച്ച മറ്റെല്ലാ വാക്കുകൾക്കൊപ്പവും ഈ പാറ്റേൺ ഉപയോഗിക്കാം. യു ആർ രാഹുൽ, ഹീസ് സന്ദീപ്, ഷീസ് മായ. കണ്ടില്ലേ, ഒരൊറ്റ ഐഡിയ പഠിച്ചപ്പോൾ തന്നെ എത്ര വാക്യങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റി? ഓക്കെ, ഇനി നിങ്ങളുടെ സംസാരത്തിന് ഒരു സൂപ്പർ പവർ തരുന്ന ഒരു വാക്ക് പഠിച്ചാലോ? ആ വാക്കാണ് ക്യാൻ. എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ സാധിക്കും എന്ന് പറയാൻ ഈ ഒരൊറ്റ വാക്ക് മതി. അപ്പോ ഇതെങ്ങനെ ഉപയോഗിക്കും? വളരെ എളുപ്പമാണ്. നേരത്തെ പഠിച്ച ഐ എന്ന വാക്കിനു ശേഷം നമ്മുടെ പുതിയ സൂപ്പർ പവർ വാക്ക്, അതായത് ക്യാൻ, ചേർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പറയുക. ഉദാഹരണത്തിന്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. സിമ്പിൾ അല്ലേ? ഇനി ഇതൊന്ന് ഉറക്കെ നല്ല കോൺഫിഡൻസോടെ പറഞ്ഞു നോക്കിക്കേ. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അതെ, നിങ്ങൾക്ക് കഴിയും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അതെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാം, വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഈ ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നോക്കിക്കേ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള 2 അടിപൊളി ടൂൾസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഓർത്തുവയ്ക്കാൻ എളുപ്പത്തിന് ഈ 2 കാര്യങ്ങൾ ഓർത്താ മതി. 1, ഐ ആം എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്താൻ. 2, ഐ ക്യാൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് പറയാൻ. ഈ 2 പാറ്റേൺസ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ സംസാരിച്ചു തുടങ്ങാൻ പറ്റും. ഐ ആം എ സ്റ്റുഡന്റ്, ഐ ക്യാൻ ലേൺ ഇംഗ്ലീഷ്. കണ്ടോ, 2 കൂടെ ചേർക്കാനും പറ്റും. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി നിങ്ങളോടാണ് എന്റെ ചോദ്യം. ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഒരു പക്ഷേ അത് ഐ എം ഹാപ്പി എന്നായിരിക്കാം, അല്ലെങ്കിൽ ഐ ക്യാൻ ട്രൈ എന്നായിരിക്കാം. എന്തായാലും മടിക്കരുത്, പറഞ്ഞു തുടങ്ങാം. നിങ്ങളുടെ ഈ പുതിയ തുടക്കത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ.